എടോ ഒരു പാർട്ടിക്കിൾ നമ്മളിങ്ങനെ റിലീസ് ചെയ്യാണ്. ഇങ്ങനെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പിടിച്ചിട്ട് റിലീസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം വേദന ഒന്നും തോന്നില്ല. പക്ഷെ അത് വളരെ താഴത്ത് നിന്നും നമ്മളതിനെ ക്യാച്ച് ചെയ്യണം. പാർട്ടിക്കിനെ താഴോട്ട് പാർട്ടികൾ റിലീസ് ചെയ്ത് താഴോട്ട് പോലെ താഴോട്ട് വന്ന് വളരെ താഴത്ത് നിന്ന് ക്യാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയൊരു വേദന ഉണ്ടാവും. അതെന്താണ് വേദന ഉണ്ടാവാൻ കാരണം? ഇവിടെ വേദന ഉണ്ട്, ഇവിടെ എന്താ വേദന ഉണ്ട് പക്ഷെ കുറവാവേണ്ട കാരണം ഇവിടെ പാർട്ടിക്കിൾ ചെറിയ സ്പീഡിൽ വരുള്ളൂ. ഇവിടുത്തെ പാർട്ടിക്കിൾ സ്പീഡ് ഭയങ്കര അധികമായി. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്താവുന്നത്, കൈ വേദന വന്നത്. എടാ അപ്പം നമുക്ക് പറയാം ഈ ഭാഗത്തൊക്കെ സ്പീഡ് എന്താണ്, കുറവായിരിക്കും അല്ലേ. പിന്നെ താഴോട്ട് എത്തുമ്പോൾ സ്പീഡ് എന്താവും, കൂടുതലാണ്. ഇവിടെ സ്പീഡ് കൂടുതലാണ്, ഇവിടെ സ്പീഡ് കുറവാണ്. അപ്പോൾ സ്പീഡ് ആദ്യം 0 ആയിരുന്നു, ആദ്യം റെസ്റ്റിലല്ലേ ഉള്ളത്, പിന്നെ ഡ്രോപ്പ് ചെയ്തല്ലേ. സ്പീഡ് ആദ്യം 0 ആയിരുന്നു, പിന്നെ സ്പീഡ് കൂടി പിന്നെ സ്പീഡ് ഇവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് കൂടി എന്ന് പറയും. അപ്പോൾ സ്പീഡ് കൂടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയും താഴോട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ട്. എപ്പോൾ ഒരു പാർട്ടിക്കിൾ റിലീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സംശയം, സാർ താഴോട്ട് ആക്സിലറേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓക്കെ സമ്മതിച്ചു, പക്ഷേ ഈ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ വേരിയബിൾ ആണോ? ഇങ്ങനെ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവില്ല, എന്താ ഇപ്പോൾ ചോദിച്ചത് പോലും മനസ്സിലാവില്ല. ആ കുട്ടികൾ ശ്രദ്ധിക്കാം. അതായത് ചില കുട്ടികൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, സാർ ഇവിടെ താഴോട്ട് ആക്സിലറേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലായി, പക്ഷേ ഈ ആക്സിലറേഷൻ ഇങ്ങനെ ഇവിടെ 1 m/s², കുറച്ച് കഴിഞ്ഞാലും 1 m/s², കുറച്ച് കഴിഞ്ഞാലും 1 m/s², ഇങ്ങനെയാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. നേരെ മറിച്ച് ഇവിടെ അത് ഒരു 1 m/s², ഇവിടെ ഒരു 11 m/s², ഇവിടെ 12 m/s². ഇപ്പോഴും നമുക്ക് എന്താണ്, വേഗം താഴത്തേക്കാകുമ്പോൾ വേദന ഉണ്ട്, പക്ഷേ ഇവിടെ വേരിയബിൾ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ 1, ഇവിടെ 11, ഇവിടെ 12, ഇത് വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താ ഈ ആക്സിലറേഷൻ താഴോട്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ക്ലിയർ ആണ്, പക്ഷേ ഈ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ വേരിയബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അത് നമുക്ക് നോക്കാം. ഇവിടെ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, if acceleration is constant, velocity time graph is a straight line. അങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റീസ് ഓഫ് റെഗുലർ ടൈം ഇന്റർവെൽസ് വിൽ ബി ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ. സാർ അത് മനസ്സിലാവില്ല, ഞാൻ ഇപ്പോൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതായത് നമുക്കറിയാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആവുന്ന സമയത്ത് ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താ, u + v/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 1 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി ഉള്ളത് 1 ആണ്, 2 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി ഉള്ളത് 2 ആണ്. അപ്പം ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കുകയാണ്. അതായത് ഈ 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കുക. അപ്പം നമ്മൾ എന്താ പറയും, 1 സെക്കൻഡുള്ള വെലോസിറ്റി പ്ലസ് 2 സെക്കൻഡുള്ള വെലോസിറ്റി ഡിവൈഡ് ബൈ 2. അതായത് 1 + 2/2 എത്ര വരാം, 1 + 2/2 എന്ന് പറയുമ്പോൾ എത്ര വരാം, 1.5. അതായത് ഇവിടെ ആയിട്ടാണ് വാല്യൂ വരിക. 1.5 ആണ് ഇവിടെ ആവറേജ് വെലോസിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ 1.5 ആവുന്ന സമയത്ത് നമുക്കത് ഇതിൻ്റെ നടുവിലായിട്ടുള്ള ഈ 1.5 സെക്കൻഡിൽ തന്നെയാണ് നമുക്കത് വരാം. ഓക്കെ സാർ, ഇനി അടുത്ത ഒരു റെഗുലർ ടൈം ഇൻ്റർവൽ എടുക്കാം. ഇവിടെ നമ്മൾ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ 1 സെക്കൻഡ് എടുത്ത് ഇനി 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലുള്ള 1 സെക്കൻഡ് നോക്കാം. ഇപ്പോൾ 2 m/s ആവുന്ന സമയത്ത് വെലോസിറ്റി 2 ആണ്. 2 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി 2 ആണ്. 3 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ u + v/2 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 2 + 3/2. ഇവിടെ നടുവിലായിട്ടാണ് ആവറേജ് വെലോസിറ്റി വന്നിരിക്കുന്നത്. ഇപ്പോൾ 2.5 നടുവിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ നടുവിൽ തന്നെയാണ് എന്ത് വരാം, ആവറേജ് വെലോസിറ്റി 2.5 വരാം. എന്നിട്ട് നമ്മളത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ആവറേജ് വെലോസിറ്റി വരുന്നത്. ഈ 2 പോയിന്റ് എന്താണ്, ആവറേജ് വെലോസിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇനി നേരെ തിരിച്ചു പറഞ്ഞു, റെഗുലർ ടൈം ഇന്റർവെൽ ആവറേജ് വെലോസിറ്റീസ് കാണാം, അത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാം. അങ്ങനെ പ്ലോട്ട് ചെയ്ത ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. നേരെ തിരിച്ചു പറയാം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആവറേജ് വെലോസിറ്റീസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായി നമ്മൾ എന്ത് ചെയ്താൽ ഈ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്ന കേസിൽ അതിൻ്റെ റെഗുലർ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റീസ് കാണും. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അത് പ്ലോട്ട് ചെയ്ത് അത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് അത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. താഴത്തേക്ക് വീണുമ്പോൾ
ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ എന്തുണ്ട്, മാർക്കിങ്സ് ഉണ്ട്. ഇത് 0 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ അങ്ങനെ മാർക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ വേറെ മാർക്കിംഗ് ഉണ്ട് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റെഗുലർ ടൈം ഇന്റർവെല്ലിൽ അതിങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കാം. എന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാം. അപ്പം ആ ഫോട്ടോയിലും കൂടി യോജിപ്പിച്ച് കിട്ടിയ ഫോട്ടോ ആണിത്. അതായത് 0 സെക്കൻഡ് അത് ഇവിടെ, ഇനി അടുത്തൊരു സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ എത്തി, രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോൾ പാർട്ടികൾ ഇവിടെ എത്തി, മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ എത്തി. അപ്പം നമ്മൾ ഇത് നോക്കിയത് നമുക്ക് കാണാൻ പറ്റും, ഒരു സെക്കൻഡിൽ ഇത്രേ ഉള്ളൂ, രണ്ടാമത്തെ സെക്കൻഡ് ശരിക്കും ഇത്ര വേണ്ടത് അല്ലേ. പക്ഷെ ഇത് ആക്സിലേറ്റ് ചെയ്യുന്നതുകൊണ്ട്, സ്പീഡിൽ പോകുന്നതുകൊണ്ട് പാർട്ടിൽ കുറച്ചും കൂടി താഴത്തെത്തി. ഇനി മൂന്നാമത്തെ സെക്കൻഡിലാണ് പാർട്ടിൽ ഇവിടെ എത്തേണ്ടത്, പക്ഷെ ആക്സിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്തു. ഓക്കെ, ഫാളിംഗ് ബോൾ പിക്സ് ടേക്കൺ അറ്റ് റെഗുലർ ടൈം ഇന്റർവെൽ. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്. എന്താ ഗുണം? നമുക്ക് ഡിസ്പ്ലേ ഓരോ സെക്കൻഡിലും എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫോട്ടോയിൽ കാണാമല്ലോ, ഇതുള്ളത് ഇത്ര സെന്റിമീറ്ററിലാണ്, ഇതുള്ളത് ഇത്ര സെന്റിമീറ്ററാണ്, മാർക്കിങ്സിൽ വെച്ചിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കാണാൻ പറ്റും. ടൈം അങ്ങനെ കിട്ടും. ഈ റെഗുലർ ടൈം ഇന്റർവെല്ലിൽ അത് ക്ലിക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അങ്ങനെ ടൈം ഇന്റർവെല്ലിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളല്ല, വേറെ കുറച്ച് ആൾക്കാർ ഇത് ചെയ്തിട്ട് ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 0 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, 0.05 1.2 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് എത്തി, താഴോട്ടേക്ക് പോയി. 0.10 ആകുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് 4.8 ആണ്. അങ്ങനെ മാർക്ക് ചെയ്തു. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിന്റെ എല്ലാം ആവറേജ് വെലോസിറ്റി കാണാൻ പറ്റും. 0 സെക്കൻഡ് മുതൽ 0.05 സെക്കൻഡ് വരെ അതിന്റെ ആവറേജ് വെലോസിറ്റി 24 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതങ്ങനെ കണ്ടെത്തിയത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം, അതാണ് എന്താ ആവറേജ് വെലോസിറ്റി. അതേപോലെ ഇവിടെ 0.05 മുതൽ 0.10 വരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 4.8 മൈനസ് 1.2 ഡിവൈഡ് ബൈ ടൈം ഇന്റർവൽ എത്രയാണ്, 0.05. അങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും, 72 സെന്റിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അങ്ങനെ ഓരോരോ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് കണ്ടെത്തി, അതിന്റെ ആവറേജ് വെലോസിറ്റീസ് കണ്ടെത്തി. ഓക്കെ സാർ. എന്നിട്ട് നമ്മൾ എന്താക്കി, ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ആവറേജ് വെലോസിറ്റി, ഇതെല്ലാം പ്ലോട്ട് ചെയ്ത് ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലൈൻസ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ലൈൻസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, സ്ട്രെയിറ്റ് ലൈൻ. ആവറേജ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെയുള്ള ആക്സിലറേഷൻ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് അതിൽ നിന്നും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, പക്ഷേ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല, അതിന്റെ വാല്യൂ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടും. അതെങ്ങനെ കിട്ടും? എടാ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് സാർ ആക്സിലറേഷൻ. ഗ്രാഫിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാം, എന്നിട്ട് നമ്മൾ എന്താക്കുക, സ്ലോപ്പ് കാണാം, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഈ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ ഇവിടെ ഏതാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ഇതിന്റെ സ്ലോപ്പ് ആയിട്ട് കിട്ടിയ ആക്സിലറേഷന്റെ വാല്യൂ ആണെന്ത്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ ഈ പാർട്ടികൾ റിലീസ് ചെയ്തപ്പം പാർട്ടികൾ എന്ത് താഴോട്ട് പോയത്, എന്തുകൊണ്ട് മേലോട്ട് പോയില്ല, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്നും പോയില്ല, താഴോട്ട് പോയത്? നമ്മൾ എക്സ്പീരിയൻസ് വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ട്, താഴോട്ട് പോകണമെങ്കിൽ ആരെയും താഴോട്ട് വലിക്കണം, ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്നെ ആരെയും അങ്ങോട്ട് വലിക്കണം, അല്ലാണ്ട് ഞാൻ പോകില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിളിനെ ആരെ കുറിച്ച് താഴോട്ട് വലിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വലിച്ചിട്ടുണ്ടോ? ഞാൻ വലിച്ചിട്ടില്ല. നിങ്ങൾ വലിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്യാമറ അപ്പുറത്തൊന്നും വലിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇത് ഇനി ആകെ വലിക്കാനുള്ള ചാൻസ് ഇതിൻ്റെ താഴത്തേക്കുള്ള ആരുള്ളത്, ഭൂമിയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയും ഇത് ഭൂമിയാണ് താഴോട്ടേക്ക് ഈ പാർട്ടിക്കിളിനെ വലിച്ചിരുന്നത്. അന്ന് മാത്രമല്ല, അത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ്. ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ആൾ കണ്ടെത്തിയിട്ടുണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ എത്ര മനസ്സിലായാലും ഈ എർത്താണ് എന്താക്കിയത്, ഇതിനെ പിടിച്ച് താഴത്തേക്ക് ഇട്ടത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് എർത്ത് കാരണം ഇതിന്റെ ആക്സിലറേഷൻ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പോൾ ഒരു പാർട്ടികൾ താഴോട്ട് വീഴുമ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് അതിൻ്റെ ആക്സിലറേഷൻ വരുന്നത്. ഇതാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എർത്ത്സ് ഗ്രാവിറ്റേഷണൽ പുൾ.
എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഇപ്പോഴാണ് നമ്മൾ ടോപ്പിക്ക് തുടങ്ങിയത്. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാണാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റർ ജി ആണ്. ആ ജീൻ്റെ വാല്യൂ എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്, അല്ലെങ്കിൽ നമുക്ക് പൈ സ്ക്വയർഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് പറയാം. പൈൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 3.14 ആണ്. അതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3.14 മൾട്ടിപ്ലൈഡ് ബൈ 3.14 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.8 ആയിരിക്കും. ഇനി അത് നിയർലി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് എന്ന് പറയാം. അതായത് കാൽക്കുലേഷനിൽ 10 ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുകയാണ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴാണ് നമ്മൾ 10 ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ ഡ്രോപ്പ് ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന സമയത്ത് ആക്സലറേഷൻ ഉണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. അതായത് ഒരു സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടും എന്ന് പറയാൻ പറ്റും. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, സാർ ഈ പാർട്ടിക്കിൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ 0 ആയത്? സിമ്പിളായിട്ടൊരു റീസൺ, റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വെലോസിറ്റി 0 ആണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നേരത്തെ നമ്മൾ വരച്ചു, അവിടെ നമ്മൾ ആ ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി 0 ആണെന്ന് നമുക്ക് എക്സ്പെരിമെന്റിൽ കാണാൻ പറ്റും. എങ്ങനെയായാലും നിങ്ങളത് മനസ്സിലാക്കാൻ, ഡ്രോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആണ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി ഓരോ സെക്കൻഡിലും വെലോസിറ്റി എത്ര ഇൻക്രീസ് ചെയ്യും? 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്താവും? 10 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യം 0 ആണുള്ളത്, ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 0 നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇനി 2 സെക്കൻഡ് ആകുമ്പം അതിന്റെ വെലോസിറ്റി എത്ര ഉണ്ടാവുക? താഴോട്ടേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ഓരോ സെക്കൻഡിലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയായി? 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. 3 സെക്കൻഡ് ആ വെലോസിറ്റി എന്താവും? 30 മീറ്റർ പെർ സെക്കൻഡ്. 4 സെക്കൻഡ് ആ വെലോസിറ്റി എന്താവും? 40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പാർട്ടിക്കിൾ താഴോട്ടേക്ക് ഇങ്ങനെ എറിഞ്ഞ് എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞത് ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞായിരിക്കാം. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിഞ്ഞത്. അപ്പം അടുത്ത ഒരു സെക്കൻഡ് ആയ വെലോസിറ്റി എത്രയായിരിക്കും? 20 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഒരു സെക്കൻഡ് ആയ വെലോസിറ്റി എത്രയായിരിക്കും? 30 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ നമുക്ക് വെലോസിറ്റി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ട ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അവിടെ ആക്സലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ പാർട്ടിക്കിൾ റിലീസ്ഡ് ഓർ ഡ്രോപ്ഡ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന കേസിൽ നമ്മൾ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നമ്മൾ u0 ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? v∆t/2. എക്ക് പകരം എന്ത് കൊടുക്കണം? g ഇട്ട് കൊടുക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, സാർ ഇവിടെ g∆t ഇടണോ അല്ലെങ്കിൽ -g∆t ഇടണോ? ഇവിടെ രണ്ട് വിധത്തിൽ പറയാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, താഴോട്ടുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, മേലോട്ടുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവായി എടുക്കാം. അപ്പോൾ താഴോട്ടുള്ള വാല്യൂ പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇങ്ങോട്ടേക്കാണ്, താഴോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? v എന്താ കിട്ടുക? v = t. കാരണം താഴോട്ട് പോസിറ്റീവ് ആയിട്ട് എടുത്തത്. ഇനി മേലോട്ടാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നതെങ്കിലോ, മേലോട്ട് പോസിറ്റീവ് ആകുമ്പോൾ g എങ്ങോട്ടാണുള്ളത്? താഴോട്ടാണ്. അതുകൊണ്ട് v ഇവിടെ എന്താവും? u0 ആണ്. അപ്പോൾ ഇവിടെ -g∆t. ഇവിടെ എന്തുണ്ടാവും? മേലോട്ടും താഴോട്ടുള്ള കാര്യം നോക്കാൻ പറ്റും. ഇപ്പോൾ താഴോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കാം, പിന്നെ മേലോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കും. അപ്പോൾ താഴോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുമ്പോൾ ഇവിടെ u എന്തായി? u∆t 0 ആയി, കാരണം u0 ആണ്. ഇനി ഇവിടെ a പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? ഇവിടെ Δx എന്താവും? a താഴോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു, g താഴോട്ടാണുള്ളത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണുള്ളത്. അതുകൊണ്ട് +g∆t²/2. ഇനി ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിലോ Δx will be equal to -g∆t²/2. താഴോട്ട് പോസിറ്റീവ് ആക്കുമ്പോൾ Δx എന്താ വരാം? Δx will be equal to v∆t മൈനസ്, താഴോട്ടാണ് പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് നമ്മൾ +g, അതായത് +g നമ്മൾ -g ആവും, -g∆t²/2. ഇവിടെ എന്താവും? Δx will be equal to v∆t മൈനസ്, അപ്പോൾ എന്തായി? പ്ലസ് ആയി, +g∆t²/2. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, ഇനിയും ധാരാളമുള്ളത്. അതിലും നമുക്ക് ഇങ്ങനെ താഴോട്ട് പോസിറ്റീവ് പിന്നെ മേലോട്ട് പോസിറ്റീവ് രണ്ടും നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റും v² = 2 ×
താഴോട്ട് പോസിറ്റീവ് ആണ്, അപ്പോൾ 2g ഡെൽറ്റ എക്സ്. ഇനി മേലോട്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്താവും, വി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് ജി ഡെൽറ്റ എക്സ്. മേലോട്ട് പോസിറ്റീവ് ആണ്, ജി എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ മൈനസ് ജി ഡെൽറ്റ എക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇഷ്ടമുള്ള പോലെ എടുക്കാം. പക്ഷെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്ത് തീരുന്നവരെ അതെന്നെ ഫോളോ ചെയ്യണം. നമ്മൾ ഇതിന് മുമ്പുള്ള ലെക്ചർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചെയ്ത അതേ പരിപാടി. ഏതെങ്കിലും ഒരു സൈഡ് പോസിറ്റീവായി എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഈ ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി അതെല്ലാം ആ സിമ്പിൾ നോക്കിയിട്ടായിരിക്കണം. വെലോസിറ്റി ഏത് ഡയറക്ഷനാണോ നോക്കിയിട്ട് ആയിരിക്കണം അതിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് തീരുമാനിക്കണം. വെലോസിറ്റി ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും ആക്സലറേഷൻ ആണെങ്കിൽ. നേരത്തെ ഡിറൈവ് ചെയ്തു, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ജി ഡെൽറ്റ ടി സ്ക്വയർഡ് ബൈ 2. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 ഡെൽറ്റ എക്സ് ബൈ ജി അതിൻ്റെ റൂട്ട്. അപ്പം ഇവിടെ ടൈമിന് ഇക്വേഷൻ കിട്ടിയെന്നാണ് 2 ഡെൽറ്റ എക്സ് ബൈ ജി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, ഇവിടെ ഒരു ഫെദറാണുള്ളത്, ഫെദറുണ്ട്. ഇത് രണ്ടും നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ, ഇവിടെ യു എന്താണ് 0 ആണ്, ഇവിടെ എന്താണ് യു എന്താണ് 0 ആണ്. അപ്പോഴാണ് ഡെൽറ്റ ടി എന്ത് കിട്ടാം, 2 ഡെൽറ്റ എക്സ് ബൈ ജി കിട്ടാം. ഇത് രണ്ടും ഒരേ ഹൈറ്റിലാണുള്ളത്, രണ്ടുള്ളതും ഒരേ ഹൈറ്റിലാണ്. ഇനി ഇത് ഒരേ ഹൈറ്റിൽ താഴോട്ടേക്ക് വീഴാണ് അല്ലേ, ഒരേ ഹൈറ്റിൽ നിന്നും താഴോട്ട് വീഴാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെൽറ്റ എക്സ് എന്താണ്, സെയിം ആണ്. ഈ രണ്ടിൻ്റെയും ഡെൽറ്റ എക്സ് സെയിം ആണ്. ജീൻ്റെ വില എപ്പോഴും 9.8 ആണ്, 2 എപ്പോഴും 2 ആണ്. അപ്പോൾ ഡെൽറ്റ ടി ഈ രണ്ട് പാർട്ടിക്കിളിനും, സ്റ്റോണിനും ഫെദറിനും ഡെൽറ്റ ടി എന്താ വരുന്നത്, സെയിം ആവുക. എപ്പോൾ ഇത് രണ്ടും സെയിം ഹൈറ്റിലാണുള്ളതെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് അറിയാം എന്ത്, ഈ സ്റ്റോണും ഫെദറും റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റോണാണ്, ഫെദർ എന്താ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ആടി കളിച്ചിട്ടാണ് എന്താവുക, താഴോട്ട് വീഴുക. അപ്പോൾ അതെന്താ സാർ, ഈ ഇക്വേഷൻ തെറ്റാണ്. ഈ ഇക്വേഷൻ പ്രകാരം രണ്ടും ഒരേ സമയത്ത് താഴോട്ട് വീഴണം, കാരണം രണ്ടും ഒരേ ഹൈറ്റിലുള്ളത്. ഇക്വേഷൻ പ്രകാരം അത് രണ്ടും ഒരേ സമയത്ത് താഴത്തെത്തും. പക്ഷേ എക്സ്പെരിമെന്റിൽ നമുക്കറിയാം ഫെദർ കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഇക്വേഷൻ എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തത് എയർ റെസിസ്റ്റൻസ് 0 ആക്കിയിട്ടാണ്. അതായത് എയർ ഇല്ല, അതായത് വാക്കത്തിനാണ് നമ്മൾ ഇതെല്ലാം കണ്ടെത്തിയത്. അതായത് ഇവിടെ എയർ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കേസിലും അങ്ങനെയുള്ളൂ, എയർ ഇല്ലാത്ത കാര്യം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോണും ഫെദറും ഒരു വാക്കം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോണും ഫെദറും ഒരുമിച്ചാണ് താഴത്തേക്ക് എത്താം. നിങ്ങൾക്കത് വേണമെങ്കിൽ എന്താക്കാം, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇതൊന്നും കാണിച്ചു തരാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. പൈസക്കാരനായിട്ട് വേണമെങ്കിൽ പിന്നെയും നോക്കാം, ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം. ഈ ടോപ്പിക്ക് നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രീ ഫാൾ എന്ന് പറയും. ഇത് രണ്ട് പറഞ്ഞാലും ഒന്നേ അർത്ഥമുള്ളൂ, പാർട്ടിക്കിൾ എയറിലാണ്. അതായത് ഇവിടെ ഈ പാർട്ടികൾ റിലീസ് ചെയ്യുമ്പോൾ താഴോട്ടേക്ക് വെക്കുന്ന പാർട്ടിക്കിൾ നിലത്തേക്ക് ഉറക്കി വരുന്നത് അതിനും ഫ്രീ ഫാൾ എന്നാണ് പറയുക. അത് ഇങ്ങനെ എറിഞ്ഞാലും എന്താ പറയുക, ഫ്രീ ഫാൾ എന്നാണ് പറയുക. ഇത് മേലോട്ടൊക്കെ ഇങ്ങനെ എറിഞ്ഞാലും അതിനെന്താ പറയുക, ഫ്രീ ഫാൾ എന്നാണ് പറയുക. അതുപോലെ ബിൽഡിങ്ങിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ടേക്ക് എറിയണം, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് മേലോട്ടേക്ക് കുത്തനെ എറിയണം, അതൊക്കെ എന്താണ്, ഫ്രീ ഫാൾ ആണ്, മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇനി അതൊക്കെ മോഷൻ സ്ട്രെയിറ്റ് ലൈനാണ്. നേരെ ബിൽഡിങ്ങിനെ മേലെ നിന്ന് മേലോട്ടൊക്കെ എറിയുമ്പോൾ നേരെ മേലോട്ട് പോയി നേരെ താഴോട്ട് പോകും. ആ കേസ് നമുക്ക് പഠിക്കാനാണ് മോഷൻ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ ഇതും എന്താണ്, ഫ്രീ ഫാൾ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മോഷനെ സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കുന്നില്ല, കാരണം ഈ മോഷൻ എന്തല്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ല, ഇതൊരു കേർവ്ഡ് മോഷനാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മോഷനെ പ്ലെയിൻ എന്ന് പറയുന്ന ഭാഗത്താണ് പഠിക്കുക. ഇതും എന്താണ്, ഫ്രീ ഫാൾ തന്നെയാണ്. ആ കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഇനി മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലെ ചില ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഒന്നാമതായി ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു പാർട്ടിക്കിൾ 10 മീറ്റർ പെർ സെക്കൻഡിലെ ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് എറിയുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റുള്ള വെലോസിറ്റി ചോദിക്കുകയാണ്. സോ സാധാരണയായിട്ട് എക്സാമിൽ അവർ ജീൻ്റെ ഒരു 9.8 എടുക്കാൻ പറയും, അല്ലെങ്കിൽ 10 എടുക്കാൻ പറയും. അപ്പം ഞാൻ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എല്ലാത്തിലും ഞാൻ കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് G 10 ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്, G എന്തെടുക്കാനാണ് പറഞ്ഞത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫ്രീ ഫാൾ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ മോഷനാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആക്സലറേഷൻ മോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ആര്, V ഈസ് ഈക്വൽ ടു U പ്ലസ് A ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ V ഈസ് ഈക്വൽ U പ്ലസ് A ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പം ഞാൻ പറയുകയാണ് മേലോട്ടാണ് ഞാൻ പോസിറ്റീവായി എടുക്കുന്നത്, ഇങ്ങനെ മേലോട്ട് പോസിറ്റീവായി എടുക്കുകയാണ്. അപ്പോൾ
ഈ പാർട്ടിക്കിളിന്റെ യു എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം v is equal to 10 പ്ലസ് ആക്സിലറേഷൻ ഇങ്ങോട്ടാണ് വരുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് ജി, അതായത് മൈനസ് 10 ഇൻറ്റു ഡെൽറ്റ ടി, അതായത് v is equal to നമുക്ക് എന്താ കിട്ടാം? 10 മൈനസ് 10 ഡെൽറ്റ ടി. v is equal to 10 മൈനസ് 10 ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇത് നമുക്കൊരു കാര്യം മനസ്സിലാവണം, ഈ വെലോസിറ്റി ഡെൽറ്റ ടി 0 ആവുന്ന സമയത്ത് വെലോസിറ്റി എന്താ വരാം? 10 ആണ് വരിക. ഇവിടെ 10 ഇൻറ്റു 0, ഡെൽറ്റ ടി 0 ആയി കഴിഞ്ഞാൽ സമയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് v is equal എന്താണ്? 10 ആണ്. അതിനുശേഷം നമ്മൾ ഈ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വെലോസിന്റെ വാല്യൂ കുറഞ്ഞു വരാം. മനസ്സിലായില്ല. ഉദാഹരണത്തിന് ഈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് v ഈസ് ഈക്വൽ എന്താണ്? 10 മൈനസ് 10 ഇൻറ്റു 0 എത്രയായി? 10 ആണ്. ഇനി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് v എന്താവും? 10 മൈനസ് 10 ഇൻറ്റു 1 എത്രയായി? 0 ആയി. 10 മൈനസ് 10 0 ആയി അല്ലേ? അപ്പം ഇങ്ങനെ ഇത് അതേപോലെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ 0.5 ആവുമ്പോൾ 5 വരും. 10 മൈനസ് 10 ഇൻറ്റു 1/2, അതായത് 10 മൈനസ് 5, അപ്പോൾ 5 ആയിട്ട് വരും. 0.5 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ഒബ്ജക്റ്റ് മേലോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. കാരണം എന്താ? ഈ പാർട്ടിക്കിൾ മേലോട്ടൊക്കെ എറിയുമ്പോൾ ഈ ഗ്രാവിറ്റേഷൻ എന്താ ചെയ്യുന്നത്? പിടിച്ച് താഴത്തേക്ക് വലിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ പാർട്ടികൾ ഇങ്ങനെ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ടെങ്കിലും ഇവിടുന്ന് മേലോട്ടൊക്കെ എറിയുമ്പോൾ ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിയുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്താവും? 7 മീറ്റർ പെർ സെക്കൻഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ എന്താവും? 6 മീറ്റർ പെർ സെക്കൻഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ എന്താവും? 5 മീറ്റർ പെർ സെക്കൻഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആവും. അങ്ങനെ കുറഞ്ഞാണ് വെലോസിറ്റി പോകുന്നത്. അവസാനം ഈ മാക്സിമം ഹൈറ്റിലെത്തുന്ന വെലോസിറ്റി ഉണ്ടാവും. ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ് ആവും. അതിനുശേഷം എന്താവും? 0 മീറ്റർ പെർ സെക്കൻഡ് ആവും മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത്. കാരണം വെലോസിറ്റി കുറഞ്ഞ് മാക്സിമം കുറയാവുന്നത്ര കുറഞ്ഞു. ഇനിയും വെലോസിറ്റി കുറയും. അപ്പോൾ വെലോസിറ്റി എന്താവും? -1 മീറ്റർ പെർ സെക്കൻഡ് ആവും അല്ലേ? ഇനിയും വെലോസിറ്റി കുറഞ്ഞാൽ 0നും കാട്ടി കുറഞ്ഞാൽ എന്താവും? -1 ആവും. പക്ഷെ -1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തായി? ഡയറക്ഷൻ എന്തായി? റിവേഴ്സ് ആയി, ഇങ്ങോട്ടേക്കായി. ഇത് മേലോട്ടായിരുന്നു പോയത്. ഇപ്പൊ -1 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ടേക്കായി. അപ്പോൾ പാർട്ടികൾ താഴോട്ടേക്ക് വന്ന്, അപ്പൊ അത് മാക്സിമം ഹൈറ്റ് അല്ല. അപ്പൊ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എത്ര വരാം? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. മനസ്സിലായോ? അവിടെ നമ്മൾ പാർട്ടികൾ എറിഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞ് കുറയാൻ പറ്റുന്നതിൽ മാക്സിമം കുറഞ്ഞു എത്രയായി? 0 ആയി. ഇനിയും വെലോസിറ്റി കുറയും, പക്ഷെ അത് -1 ആവും. -1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറി. അത് ഈ പാർട്ടികൾ ഇപ്പൊ താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എത്ര വരാം? 0 വരാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ് ഈസ് 0 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ് ഈസ് 0 മീറ്റർ പെർ സെക്കൻഡ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി രണ്ടാമതായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള സമയം എത്രയാണ്? സിമ്പിൾ ആണ്. നമ്മൾ എന്തൊക്കെയാ? എടാ 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു. ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് കുറയും അല്ലേ? എടാ ഗ്രാവിറ്റേഷൻ ഇതിനെ കുറിച്ച് താത്തുന്നില്ലേ? ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് കുറയും. ഇപ്പൊ 10 മീറ്റർ സെക്കൻഡിലാണ് എറിഞ്ഞത്. അപ്പൊ അടുത്ത സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ വെലോസിറ്റി എന്താവും? 0 ആവും. എടാ ഇങ്ങോട്ടോക്ക്. ഈ പാർട്ടിക്കിൾ ഇപ്പൊ ഞാൻ ഒരു 30 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞായിരിക്കാം. പാർട്ടിക്കിൾ 30 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു. അടുത്ത ഒരു സെക്കൻഡിൽ വെലോസിറ്റി എന്താവും? 20 മീറ്റർ പെർ സെക്കൻഡ് ആവും. കാരണം ഈ ഗ്രാവിറ്റേഷൻ പിടിച്ചും വെലോസിറ്റി കുറച്ച് ഒരു സെക്കൻഡിൽ ഇത്രയായി വെലോസിറ്റി. ഇനി അടുത്ത ഒരു സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എന്താവും? 10 മീറ്റർ പെർ സെക്കൻഡ് ആവും. കാരണം വെലോസിറ്റി ഈ ഗ്രാവിറ്റേഷൻ പിടിച്ച് താഴ്ത്തുന്നതുകൊണ്ട് വെലോസിറ്റി കുറയും. ഇനി അടുത്ത ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ഉണ്ടാവും? 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അപ്പൊ ഇവിടെ പാർട്ടികൾ എറിഞ്ഞത് തന്നെ എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞത്. അപ്പോൾ ഒരു സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി എന്താവും? 0 ആവും. അപ്പൊ വെലോസിറ്റി 0 ആവുമ്പോഴാണ് എന്താവുക? മാക്സിമം ഹൈറ്റിലെത്താം. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ സമയം എടുത്തത് 1 സെക്കൻഡ് ആണെന്ന് പറയാം. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടാവില്ല. അവർക്ക് കാൽക്കുലേഷൻ തന്നെ ഉപയോഗിക്കണം. അപ്പൊ കാൽക്കുലേഷൻ തന്നെ ഉപയോഗിക്കാമല്ലോ. നമുക്ക് പറയാം ഇവിടെ ടൈം ടേക്കൺ റീച്ച് ദ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് v മൈനസ് u ബൈ എ എന്നല്ലേ? ഡെൽറ്റ ടി സമയം v ഈസിക്കൽ u പ്ലസ് എ ഡെൽറ്റ ടി എന്നും ഡെൽറ്റ ടി ഈസിക്കൽ v മൈനസ് u ബൈ എ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം ഹൈറ്റ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി മേലോട്ട് ഞാൻ എന്തെടുക്കാണ്? പോസിറ്റീവ് എടുക്കണം. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഇങ്ങോട്ടേക്കാണ്, താഴോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഉത്തരം എന്താവും? ഉത്തരം എന്ന് പറയുന്നത് -10 ബൈ -10 എന്താവും? 1 സെക്കൻഡ് ആവും ഉത്തരം.
ചില ആൾക്കാർക്ക് താഴത്തേക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അപ്പോഴും ഇത് സംഭവം സെയിം ആൻസർ ആകും. താഴത്തേക്ക് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കാന്ന് കരുതാം. അപ്പൊ മേലോട്ടേക്ക് എന്താവും നെഗറ്റീവ് ആവും, താഴോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുക. അപ്പൊ വി എന്താണ് 0, താഴോട്ട് എടുത്താലും മേലോട്ട് എടുത്താലും മാക്സിമം ഹൈറ്റുള്ള വെലോസിറ്റി 0 ആണ്. അതിനുശേഷം യു എങ്ങോട്ടാണ്, മേലോട്ടാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മേലോട്ട് നമ്മൾ എന്താക്കും നെഗറ്റീവ് എടുക്കും, ഇവിടെ എന്താവും -10 ആവും. ഡിവൈഡ് ബൈ ആക്സിലറേറ്റീവ് ഗ്രാവിറ്റി അങ്ങോട്ടാണ് താഴോട്ട് എന്താ അടുത്തത് പോസിറ്റീവ്, അവിടെ എന്താണ് +10 ആണ്. അപ്പൊ -10 എന്തായി 10/10 എന്തായി 1 സെക്കൻഡ്. ഉത്തരം അങ്ങനെയും കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം എത്രയാണെന്ന് കാണാം. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് കുറയും അങ്ങനെ കുറഞ്ഞു എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. മൂന്നാമത്തെ എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ടൈം ടേക്കൺ ടു മാക്സിമം ഹൈറ്റ് എത്രയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റ് നമുക്ക് കാണാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ വെച്ചാലോ, Δx = v² - u² / 2a. ഈ പാർട്ടികൾ ഇങ്ങനെ എറിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എറിയുന്ന സമയത്ത് ഇത് 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഹൈറ്റ്, അതാണ് നമ്മൾ എന്ത് പറയുന്നത് Δx, മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള സമയം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എന്താവും, വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ വെലോസിറ്റി എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേറ്റീവ് ടു ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ആക്സിലറേറ്റീവ് ഗ്രാവിറ്റി g താഴോട്ടേക്കാണുള്ളത്. നമ്മൾ ഏതെടുക്കേണ്ടത്, താഴോട്ട് എടുക്കണോ മേലോട്ട് എടുക്കണോ, പോസിറ്റീവ് ഇഷ്ടമുള്ള എടുക്കുക. നിങ്ങൾ പറയും ഞാൻ തൽക്കാലം ഇവിടെ താഴോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. നിങ്ങൾ എന്താക്കുക, താഴോട്ട് നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ട് ഉത്തരം എന്താ വരുന്നത് നോക്കാം. അപ്പൊ ഇനി Δx v², ഫൈനൽ വെലോസിറ്റി സ്ക്വയർ എത്രയാണ് 0² - u² എത്രയാണ് 10², 2 ഇൻറ്റു ആക്സിലേഷൻ ഡയറക്ഷൻ നോക്കണം. ആക്ഷൻ ഡയറക്ഷൻ കൊണ്ടേക്കാണ് താഴോട്ട് നമ്മളെടുത്ത് പോസിറ്റീവ്, അതുകൊണ്ട് എന്താവും 2 ഇൻറ്റു g എത്രയാണ് 10 ആക്കി എടുത്ത്. അപ്പൊ -10² എന്ന് പറയുമ്പോൾ എന്താവും -100 ഡിവൈഡ് ബൈ 20, 0 കട്ട് ചെയ്ത് പോയി -10/2 എത്ര എത്തി -5 മീറ്റർ. ഇവിടെ എന്താ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടിയത് -5 മീറ്റർ. അതെന്താ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് കിട്ടാൻ കാരണം, അതായത് നമ്മള് താഴോട്ടേക്കാണ് പോസിറ്റീവ് എടുത്ത്, പാർട്ടികൾ ഇങ്ങോട്ടാണ് പോകുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. താഴോട്ട് പോസിറ്റീവ്, പാർട്ടികൾ എന്തായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, നെഗറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് മേലോട്ടേക്കല്ല ഡിസ്പ്ലേസ് ചെയ്ത്, നമ്മൾ പോസിറ്റീവ് എടുത്ത് താഴോട്ടേക്കല്ലേ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അതുകൊണ്ടാണ് നെഗറ്റീവ് കിട്ടിയത്. അപ്പോൾ ഹൈറ്റ് ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ പറയാം ഹൈറ്റ് എത്രയാണെന്ന് പറയാം, ഹൈറ്റ് ഈക്വൽ ടു 5 മീറ്റർ. 5 മീറ്റർ ആണ് ഹൈറ്റ്. -5 എന്ന കാര്യം പറയാം. എന്റെ വീട്ടിലുള്ള ചങ്ങായി ഉണ്ടോ, എന്റെ ഹൈറ്റ് എത്രയാണ്, -180 സെന്റിമീറ്റർ ആണ്, അങ്ങനെ ആദ്യം പറയാം. തലമുണ്ട ചോദിക്കണം അങ്ങനെ. അപ്പൊ അത് പോട്ടെ. അപ്പൊ നമ്മള് മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കണ്ടെത്തി. ഇതേ കാര്യം നിങ്ങൾക്ക് വേറെ പറ്റും കണ്ടെത്താം. നിങ്ങൾ എന്താക്കാം, Δx = u Δt + a Δt² / 2. അപ്പോ ഇവിടെ Δx എന്ന് പറഞ്ഞാൽ എന്താവും, നമ്മൾ ഏതാർക്കാണ് താഴത്തേക്ക് പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്, താഴത്തേക്ക് എന്താക്കാണ് പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. ഓക്കെ, യു എത്രയാണ് സാർ, യു എത്രയാണ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10 ഇങ്ങോട്ടേക്കാണ്, മേലോട്ടേക്കാണ്, താഴോട്ടാണ് പോസിറ്റീവ്, മേലോട്ട് എന്താവും നെഗറ്റീവ്. ഇവിടെ എന്താവും -10 ഇൻറ്റു Δt. എത്ര സമയം എടുത്തിട്ടാണ് മേലോട്ടേക്ക് എത്തിയത്, 1 സെക്കൻഡ്. സോ ഇവിടെ 1 പ്ലസ് ആക്സിലറേറ്റീവ് ഗ്രാവിറ്റി താഴോട്ട് നമ്മൾ എന്താ എടുത്തത് പോസിറ്റീവ്. സോ ഇവിടെ 10 ഇൻറ്റു സമയത്തിന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ആരൊക്കെ നോക്കിയാൽ മതി, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ 3 ക്വാണ്ടിറ്റി നോക്കിയാൽ മതി. പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയാൽ മതി. ടൈം എന്താ 1² ഡിവൈഡ് ബൈ 2. ടൈം അങ്ങനെ പറയാമെങ്കിലും ഇപ്പൊ സമയം -12 മണി അങ്ങനെ ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തലക്കസുഖമുള്ള ചെങ്ങായാണ്, പ്രത്യേകം സൂക്ഷിക്കണം. ഓക്കെ, ഇവിടെ എന്തായി -10 + 5 which will be equal to -5 മീറ്റർ. ഇത് എന്താണ് നെഗറ്റിവിറ്റി എന്തുകൊണ്ടാണ് പറയൂ, നെഗറ്റീവ് കിട്ടാൻ കാരണം എന്താണ്, നമ്മള് ഈ പാർട്ടികൾ താഴേക്ക് മേലോട്ടേക്ക് പോയി. നമ്മൾ പോസിറ്റീവ് എടുത്തത് എങ്ങോട്ടേക്കാണ്, താഴോട്ടേക്കാണ് പോസിറ്റീവ് എടുത്തത്, പാർട്ടികൾ മേലോട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. അപ്പൊ ഹൈറ്റ് നമുക്ക് ഇതെന്ന് പറയാൻ പറ്റും, ഹൈറ്റ് will be equal to 5 മീറ്റർ. ഇത് മാത്രമാണ്, ഇനിയും വേറെ ക്വസ്റ്റൻ ഉണ്ട്. വേറെ ക്വസ്റ്റൻ എന്താണ്, ഇങ്ങനെ പൈസ ഈ v എത്രയാണ്, v എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 ഇൻറ്റു 1 - ആക്സിലറേറ്റീവ് ഗ്രാവിറ്റി താഴോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു, അതുകൊണ്ട് ഇവിടെ -10 ഇൻറ്റു സമയം എത്രയാണ് 1 സെക്കൻഡ് ആണ്. സോ 1² ഡിവൈഡ് ബൈ 2. ഇത് നമുക്ക് കിട്ടും -10/2 -5 മീറ്റർ. ഇനിയുണ്ട്, ഇനി ആരാളുള്ളത്, Δx will be equal to Δx ഇക്വേഷൻ ഏതൊക്കെ ഇനി ബാക്കിയുള്ളത്, u + v/2 ബാക്കിയില്ലേ, ബാക്കിയൊന്നും ചെയ്ത് കഴിഞ്ഞല്ലേ. ഓക്കെ, Δx = u + v/2 ഇൻറ്റു Δt. u എത്രയാണ് 10 ഇങ്ങോട്ടേക്കുള്ളത് ആകാശത്തോട്ട് എന്താവും നെഗറ്റീവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. -10 പ്ലസ് v എത്രയാണ് 0 ഇൻറ്റു ഷാമി എത്രയാണ് 1 ഡിവൈഡ് ബൈ 2. ഇവിടെ എന്ത് കിട്ടി, -5 കിട്ടാൻ കാരണം എന്താണ്, പാർട്ടികൾ മേലോട്ടാണ് പോകുന്നത്, നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തത് താഴോട്ടാണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ പല വിധത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു ഹോംവർക്ക് തരാണ്. ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ നമ്മൾ താഴോട്ടാണ് പോസിറ്റീവ് ആക്കി എടുത്തത്. നിങ്ങൾ എന്താക്കാം, മേലോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഡെൽറ്റ എക്സിന്റെ എല്ലാ ഇക്വേഷനും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് കണ്ടെത്തി നോക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സിന്ദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ സിന്ദാബാദ് സിന്ദാബാദ്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തിരിമൊഴിയെ കാതിലെ ചൊല്ല്. ഇതിന് ഉത്തരം എന്താ കിട്ടിയ? ഹൈറ്റ് എത്ര കിട്ടിയത്? 5 മീറ്റർ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇവിടെ ഈ കാര്യം വായിച്ച് അത് പൊസിഷൻ ഡയഗ്രാഫ് ആയിരുന്നു. പൊസിഷൻ ഡയഗ്രാഫ് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് നീറ്റിൽ നമുക്ക് ചോദിക്കില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ 4, 5 വെലോസിറ്റി ഡയഗ്രാഫും ആക്സിഡന്റ് ഡയഗ്രാഫും മാത്രം നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വെലോസിറ്റി ഡയഗ്രാഫ് നോക്കാം. അവിടെ ഇതാണ് ഞാൻ നമ്മുടെ ആ ഗ്രാഫിന്റെ നമ്മുടെ ഈ പാർട്ടിക്കുള്ള ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്ന് പറയാം. അത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റി എന്താവും? 0 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നു. ഇതെന്താ വെച്ചാൽ സാർ, ഇത് സ്കെയിലാണ് വെച്ചത്. 0 മീറ്റർ, 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ. 0 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത് 5 മീറ്ററിലാണ്, മാക്സിമം ഹൈറ്റിലാണ് വെലോസിറ്റി 0 ആവുന്നത്. അതിനുശേഷം ഇവിടെ 0 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് എത്ര കാണിക്കുന്നത്? 0 സെക്കൻഡാണ് കാണിക്കുന്നത്. ഇനി അതിനുശേഷം 5 മീറ്റർ നമ്മൾ ക്ലോക്ക് ഇത്ര കാണിക്കുന്നത് 1 സെക്കൻഡാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടാണ്. മാക്സിമം ഹൈറ്റ് ആകുമ്പോൾ വെലോസിറ്റി 5 മീറ്റർ വെലോസിറ്റി 0 ആണ്, 5 മീറ്റർ ആണ്, സമയം 1 സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടെത്തിയാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണ്? ടൈം 0 വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത് 2, ഇതോടെ 1, ടൈം ഇവിടെ 0, ഇവിടെയാണ് 0. ടൈം 0 വെലോസിറ്റി എത്രയാണ്? 10 അല്ലേ? അപ്പൊ ടൈം 0 വെലോസിറ്റി 10. ഈ പോയിന്റ് ആണ് വരുന്നത്. ഇവിടെ ടൈം 0 ആണ്, ഇവിടെ വെലോസിറ്റി 10 ആണ്. അതിനുശേഷം ടൈം 1 സെക്കൻഡ് വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ സെക്കൻഡ്. ടൈം 1 സെക്കൻഡ് വെലോസിറ്റി 0. അപ്പൊ ഈ പോയിന്റ് ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ ഈ 2 പോയിന്റ് കണക്ട് ചെയ്താൽ മതി. കാരണം എന്താ, എടാ ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷനാണ്. കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷനിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ 2 പോയിന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. 2 പോയിന്റ് മാത്രം കിട്ടിയാൽ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാൻ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ മതി? V = U + A ∆t എന്നാണ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്താക്കാം? ഇങ്ങനെ മേലോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കാതെ വിചാരിക്കാം. അപ്പൊ താഴോട്ട് എന്തായി? നെഗറ്റീവായി. ഇപ്പൊ V = U എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 10 ആയിട്ട്. താഴോട്ട് നെഗറ്റീവ് ആണ്, അപ്പൊ 10 - 10 × 10 ∆t. ഇനി നോക്കിയത് എന്താ നോക്കിയേ? Y = C + mx അല്ലേ? അല്ലെങ്കിൽ Y = mx + c എന്ന് പറയും, അല്ലെങ്കിൽ Y = C + mx എന്ന് പറയും. അതായത് ഇവിടെ എക്സ് ആക്സിസിലാണ് ആരുള്ളത്? ടൈം ഉള്ളത്. Y ആക്സിലാണ് ആരുള്ളത്? V ഉള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -10 ആയിരിക്കും. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആക്സലറേഷൻ ആണ്. C Y ഇന്റർസെപ്റ്റ് ആരാണ്? 10 ആണ്. ഇതൊരു മാക്സിലുള്ള കാര്യമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ Y = mx + c ആണ് ഉണ്ടാവുക. അത് മനസ്സിലാക്കിയാൽ മതി. അത്ര സിമ്പിൾ കാര്യമാണ്. ഞാൻ ഒന്നും വളരെ സിമ്പിൾ ആണ്, വേസ്റ്റ് ചെയ്തിട്ട് ടൈം. ഇതിന് Y ഇന്റർസെപ്റ്റ് എന്ന് പറയും. C Y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് Yയിൽ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഇതൊക്കെ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്താക്കാം? ഇവിടെ Y ഇന്റർസെപ്റ്റ് C ആണെന്ന് അറിയാം. സ്ലോപ്പ് നെഗറ്റീവ് ആയതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് താഴോട്ടേക്കാണ് പോകുന്നത് പറയാം. അങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആക്സലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണ്. 5ാമത്തത്. ഇവിടെ ആക്സിലറേഷൻ, ഇവിടെ ടൈം. അപ്പൊ നമ്മൾ ഏതാ പോസിറ്റീവ് ആക്കി എടുക്കണേ? ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ മേലോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുന്നത്. മേലോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ ഓബ്ജക്റ്റ് അവിടെ ഉള്ളത് ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി എന്താണ്? താഴോട്ടേക്കാണുള്ളത്. അപ്പോൾ താഴോട്ടാണ് -9.8. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ചടുത്ത് വരിക. ടൈം, ആക്സിലറേഷൻ, മേലോട്ട് പോസിറ്റീവ് എടുക്കുന്നത് പകരം താഴോട്ടാണ് പോസിറ്റീവ് എടുത്ത് വരിക. അപ്പോൾ താഴോട്ട് പോസിറ്റീവ് എടുത്ത് ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി എങ്ങനെയാണ്? 9.8 താഴോട്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഇവിടെ 9.8 താഴോട്ട് പോസിറ്റീവ് ആയിട്ട് നമ്മളിങ്ങനെ വരും. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇല്ല സാർ നമ്മൾ NCERT ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇത് മാത്രമാണ് ശരി. അങ്ങനെയില്ല. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോസിറ്റീവ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ മേലോട്ടൊരു പാർട്ടിക്കിൾ വരുമ്പോൾ സമയത്തിലാണ് നോക്കില്ലേ? അപ്പോൾ സമയത്തിലാണ് നോക്കുക. നമുക്ക് എന്താ കിട്ടിയ? ∆t = 10/g. ഈ 10 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വെലോസിറ്റി, എറിഞ്ഞ വെലോസിറ്റിയാണ് 10. അപ്പോൾ ഈ ∆t നമുക്ക് എന്താണെന്ന് പറയാം? U/g എന്ന് പറയാം. അതേപോലെ നമുക്ക് മാക്സിമം ഹൈറ്റ് നോക്കുന്ന സമയത്ത് മാക്സിമം ഹൈറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 10² / 2g എന്നാണ് കിട്ടിയത്. അതായത് ഈ 10 ആരാണ്? U ആണ്. അപ്പോൾ ∆x എന്ന് പറഞ്ഞാൽ എന്താണ്? U² / 2g എന്ന് പറയാം. ഇത് 2 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. കാണാപ്പാടം പഠിക്കേണ്ട സമയം ഞാൻ പറയാം. ∆t ഇതിന് നമ്മൾ ടൈം ഓഫ് അസെന്റ് എന്ന് പറയും. മേലോട്ട് പോകേണ്ട സമയം എത്ര കിട്ടിയത്? U/g കിട്ടിയത്. ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എത്ര കിട്ടുന്നത്? U² / 2g. അപ്പോൾ ഏത് U വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഓർത്ത് വെക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. കാണാപ്പാടം പഠിക്കാനാകുമ്പോൾ ഞാനൊന്ന്
പറയാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ എങ്ങനെയാണ് ചെയ്തത്? 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞ് ഹൈയിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി, അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ഇവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ എത്തുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, അപ്പോൾ ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഡ്രോപ്പ് ഡോർ റിലീസ് പറഞ്ഞാൽ മതി. ഡ്രോപ്പ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്ര സമയം എടുത്തു? നമുക്ക് എന്ത് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഡെൽറ്റ ടി ഇസ് ഈക്വൽ വി മൈനസ് യു ബൈ എ. ഞാൻ താഴത്തേക്ക് തൽക്കാലം പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ടേക്കാണ്. അതുകൊണ്ട് വി എന്ന് പറഞ്ഞാൽ എന്തായി? പോസിറ്റീവായി. യു എത്രയാണ്? 0 ഡിവൈഡ് ആക്സിലേറ്റ് ടു ഗ്രാവിറ്റി താഴോട്ടേക്കാണ്. താഴോട്ട് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ 10 എടുത്തപ്പോൾ 5/10 എടുത്തായി 0.5 സെക്കൻഡ് എത്തി. 0.5 സെക്കൻഡ് എടുത്തിട്ടാണ് ഈ ബോൾ താഴോട്ടേക്ക് വീഴുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്? അതായത് ഈ ഹൈറ്റിൽ നിന്നാണ് ട്രാവൽ ചെയ്തത്. ഈ ഹൈറ്റ് അല്ലേ? ഈ ഹൈറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണുന്നത് ഡെൽറ്റ എക്സ് വിൽ ബി ഈക്വൽ ടു യു പ്ലസ് ഡി ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ 2 അല്ലേ? അപ്പോൾ ഈ ഡെൽറ്റ ടി ഡെൽറ്റ എക്സ് നമുക്ക് എന്താ പറയുക? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ബി എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു ഡെൽറ്റ ടി നമ്മളിപ്പോൾ എത്ര കണ്ടെത്തി? 0.5 എന്ന് കണ്ടെത്തി. സോ ഡിവൈഡ് ബൈ 2. സോ ഇത് എത്ര വരും? 5/4 മീറ്റർ എന്ന് വരും. 5/4 മീറ്റർ എന്ന് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ആക്കി ചെയ്താൽ, ഇവിടെ u 0 ആണ്. ഇപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് v/g എന്ന് പറയും അല്ലേ? v/5/10 എന്ന് പറയുന്നത് എന്താണ്? v/g അല്ലേ? ഇവിടെ ഡെൽറ്റ ടി നമുക്ക് എന്താണെന്ന് മനസ്സിലായി? v/g എന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഡെൽറ്റ എക്സ് നമുക്ക് എന്താണെന്ന് പറയാം? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ v ഇൻറ്റു v/2. അതിനുശേഷം ഇവിടെ ആരാളുള്ളത്? ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആരാണ്? v/g ആണ്. അപ്പോൾ ഇവിടെ എന്തായി? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് v²/2g എന്നായി. ഇവിടെ ഹൈറ്റ് എന്താണെന്ന് പറയാൻ പറ്റും? v²/2g. ടൈം എത്രയാണെന്ന് പറയാൻ പറ്റും? v/g. നേരത്തെ നമ്മൾ ചെയ്തപ്പം ടൈം ഓഫ് അസെൻഡ് നമ്മൾ u/g എന്ന് പറഞ്ഞു. ഇവിടെ ടൈം ഓഫ് ഡിസെൻഡ് നമുക്ക് എന്താണെന്ന് കിട്ടി? v/g എന്ന് കിട്ടി. നേരത്തെ ഹൈറ്റ് എത്ര കിട്ടിയത്? u². മേലോട്ട് കയറുന്ന കേസ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ മേലോട്ട് കയറുന്ന സമയത്ത് ഹൈറ്റ് എത്ര കിട്ടിയത്? u²/2g. ഇവിടെ ഹൈറ്റ് എത്ര കിട്ടുന്നത്? v²/2g. ഇപ്പോൾ രണ്ട് കേസിന് വേറെ വേറെ വരുന്നത് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇതിനെ വരച്ചു വെക്കാം. അപ്പോൾ നമുക്ക് പറയാം ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ/2 യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ/2. പക്ഷേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതേ സംഭവം ഈ ഡെൽറ്റ എക്സിന്റെ അതേ സംഭവം നമുക്ക് എന്ത് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും? യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ/2 ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. വേറെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? ബി ഡെൽറ്റ ടി മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർ/2 ഉപയോഗിച്ച് കാണാൻ പറ്റും. അതേപോലെ വേറെ v² മൈനസ് u²/2 അത് ഉപയോഗിച്ച് എല്ലാം ഈ ഡെൽറ്റ എക്സ് കാണാൻ പറ്റും. അത് നിങ്ങൾ കണ്ടു നോക്കാം. അതേപോലെ ഈ പോസിറ്റീവ് താഴത്ത് കിടക്കുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റ് തുറക്കുക. ഇത് നിങ്ങൾ കണ്ടെത്തി നോക്കാം. നിങ്ങൾക്ക് അതേ ഉത്തരമാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ കാര്യം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ u 0 ആണ്. u 0 ആയി കഴിഞ്ഞാൽ ഇത് മൊത്തം 0 ആയി. ബാക്കിയുള്ള എന്താണ്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു താഴോട്ട് പോസിറ്റീവ് എടുത്തത്. അപ്പോൾ ഇവിടെ g ഡെൽറ്റ ടി സ്ക്വയർ/2 ജിക്ക് വാല്യൂ കൊടുത്താൽ ഡെൽറ്റ എക്സ് ഉണ്ടാവും 5 ഡെൽറ്റ ടി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ പാർട്ടികൾ ഇങ്ങനെ 0 മീറ്റർ പെർ സെക്കൻഡിലാണ് ഉള്ളത് ആദ്യം. ആ സമയത്ത് നമ്മളിവിടെ ഒരു പൊസിഷൻ ഒറിജിൻ വരികയാണ് 0. അതിനുശേഷം ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 സ്കെയിലാട്ടോ. അങ്ങനെ അത് പോകുന്നുണ്ട്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഇവിടെ 0 സെക്കൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. ഇത് മാക്സിമം ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് 5/4. 5/4 എന്ന് പറയുമ്പോൾ 4 + 1/4. 4/4 1, 1/4 2, 1.25. മാക്സിമം ഹൈറ്റ് 1.25 ഉള്ളൂ. ഇവിടെ ഉള്ളൂ മാക്സിമം ഹൈറ്റ്. ഇവിടെ നമ്മൾ അതിന്റെ വെലോസിറ്റി എന്താവുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് വരുന്നത്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ എത്തുമ്പോൾ 1.25 എത്തുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു 5 ഡെൽറ്റ ടി സ്ക്വയർ. എക്സ് ഫൈനൽ നമ്മൾ എക്സ് എന്ന് വിളിച്ച് എക്സ് ഇനീഷ്യൽ നമ്മൾ 0 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എന്താ? എക്സ് മൈനസ് 0 ഈസ് ഈക്വൽ ടു 5 ഡെൽറ്റ ടി സ്ക്വയർ. അതായത് എക്സ് ഈസ് ഈക്വൽ എന്താണ്? 5 ഡെൽറ്റ ടി സ്ക്വയർ. സാർ എക്സ് ഇനീഷ്യൽ എങ്ങനെ 0 ആയി? സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ സ്കെയിൽ നമ്മൾ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്? 0. അപ്പോൾ എക്സ് എന്തായി? 5 ഡെൽറ്റ ടി സ്ക്വയർ ആയി. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ പൊസിഷൻ, ഇവിടെ ടൈം, 5 ഡെൽറ്റ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. സാർ ഇത് എങ്ങനെ കിട്ടിയത്? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് ടി ഈ ടൈം 1 സെക്കൻഡ് എടുക്കാം. ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ എക്സ് എന്താവും? എക്സ് വിൽ ബി ഈക്വൽ ടു 5 × 1 സ്ക്വയർ, അത് 5 ആകും. ഇനി അത് എക്സ് ടൈം 2 ആകുമ്പോൾ എക്സ് എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു 5 × 2 സ്ക്വയർ. 5 × 2 സ്ക്വയർ 5 × 4, 5 × 4 എത്രയാണ്? 20. ഇനി എക്സ് 3 ആകുമ്പോൾ എന്തായാലും 5 × 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, 9 × 5 എത്രയാകും?
9 to 5 45. അപ്പം ഇങ്ങനെ നിങ്ങൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇവിടെ അതേപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 5 10 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ പോയിന്റ്സും കാണാം. ആ പോയിന്റ്സ് നമ്മളിങ്ങനെ ഗ്രാഫാക്കി വെച്ച് ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാം എക്സിക്കൽ 5 ഡെൽറ്റ ടി സ്ക്വയർ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവാം. ഇങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരാം? ഫസ്റ്റത്തെ വെലോസിറ്റി ആദ്യം 0 ഉള്ളത്. ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം 0 ആണ്. വെലോസിറ്റി എന്താണ്? 0 ആണ്. ഇനി ടൈം എത്ര? 0.5 സെക്കൻഡ് ആണ്. ഇവിടെയാണ് 0.5 സെക്കൻഡ് എന്ന് വിചാരിക്കാം. ടൈം 0.5 സെക്കൻഡിലാകുമ്പോൾ വെലോസിറ്റി എത്ര വരുന്നത്? വെലോസിറ്റി വരുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ടൈം 5 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി ടൈം എത്രയാണ്? 0.5 ആണ്. അപ്പോൾ ഈ 2 പോയിന്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. കാരണം എന്താണ്? കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ മോഷന്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ. അതുകൊണ്ട് ഇങ്ങനെ ഗ്രാഫിറ്റി എന്ന് പറയാം. എല്ലാത്തവരും എന്താക്കുക? വൈസിലും എക്സ്പ്രസ് ചെയ്യുക, അപ്ലൈ ചെയ്യാം, എന്നാലും ഇത് കിട്ടും. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആക്സിഡന്റ് ടൈം ഗ്രാഫ്. ആക്സിഡന്റ് ടൈം ഗ്രാഫ് നമുക്ക് വരച്ചു നോക്കാം. ആക്സിലറേഷൻ ടൈം എങ്ങോട്ടാ പോസിറ്റീവ് ആക്കി എടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞോണ്ട് ഇത് നേരത്തെ ക്വസ്റ്റ്യൻ താഴോട്ടല്ല പോസിറ്റീവ് ആക്കി എടുത്ത്. നമ്മൾ താഴോട്ട് പോസിറ്റീവ് ആക്കി എടുക്കാം. താഴോട്ട് പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എപ്പോഴും എന്താണ്? ആക്സിലറേഷൻ എപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഉണ്ടാവുക. അപ്പോൾ താഴോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുമ്പോൾ നമുക്കറിയാം 10.8 പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ ഗ്രാഫ് ഇവിടെയാണ് 9.8 പോസിറ്റീവ് ആണ്. നമ്മുടെ ഗ്രാഫ് ഇവിടെ വരാം. അപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് വരും. താഴോട്ട് പോസിറ്റീവ് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഈ താഴോട്ട് നെഗറ്റീവ് എടുത്തെങ്കിൽ, മേലോട്ട് പോസിറ്റീവ് എടുത്തെങ്കിൽ നമുക്കറിയാം ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി താഴോട്ടായി നെഗറ്റീവ് വാല്യൂ ഉണ്ടാകും. അപ്പോൾ -9.8 ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് താഴത്തേക്കായിരിക്കും വരാം. ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനെ മിക്സ് ആക്കി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? മേലോട്ട് ഒരു പാർട്ടിക്കിൾ എറിഞ്ഞ് അത് മേലെ 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. 2ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 0 മീറ്റർ പെർ സെക്കൻഡ് റിലീസ് ചെയ്ത് താഴോട്ട് പോയി തട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു പാർട്ടിക്കിൾ മേലോട്ട് കയറുമ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി ഉണ്ടാവും 0 ആവും. അതിനുശേഷം എന്താ? വെലോസിറ്റി ഇങ്ങനെ പോയി താഴത്തേക്ക് എത്തും. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ u മീറ്റർ പെർ സെക്കൻഡ് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി എന്താവും? ഇങ്ങനെ പിടിച്ച് താഴോട്ട് വലിക്കും അല്ലേ? ഇവിടെ മൊത്തത്തിൽ ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി എങ്ങോട്ടുണ്ടാവാം? താഴോട്ടുണ്ടാവും. ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി താഴോട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറഞ്ഞ് മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റി ഉണ്ടാവും 0. അതിനുശേഷം താഴോട്ടേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് പാർട്ടിക്കിൾ താഴോട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെയൊക്കെ വെലോസിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. പക്ഷെ കുറഞ്ഞു പോവാണ്. ഇവിടെ എത്തുമ്പോൾ 0 ആവും. അതിനുശേഷം താഴോട്ട് വരുന്ന വെലോസിറ്റി നെഗറ്റീവ് കൂടി വരും. കാരണം ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ടും പിടിച്ച് വലിക്കുക താഴോട്ട്. അപ്പോൾ താഴോട്ടാണ് വെലോസിറ്റി നെഗറ്റീവ്. ഇനി പിന്നെയോ ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി താഴോട്ട് വലിക്കുക. അപ്പോൾ ഓരോ സെക്കൻഡിലും വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കൂടി വരും. ക്ലിയർ? ഓക്കെ. ഫസ്റ്റ് ദിവസം റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് യു. വിയും യു തമ്മിൽ റിലേഷൻ എങ്ങനെയാണ്? അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം വെച്ചാൽ ഈ പാർട്ടികൾ ഇങ്ങനെ അറിഞ്ഞ് ഇങ്ങനെ വരാണോ? അല്ല. നമ്മൾ പഠിക്കുന്നതാണ് മോഷനെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പാർട്ടികൾ നേരെ താഴോട്ട് വരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ നേരെ പോയിട്ട് ഇങ്ങനെ നേരെ താഴോട്ട് വെച്ചാൽ നിങ്ങൾക്ക് നീ മനസ്സിലാവും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്, ഇങ്ങനെ ആക്കി വയ്ക്കുന്നത്. ഓക്കെ. ഇതിന്റെ അർത്ഥം എന്താണ്? പാർട്ടികൾ നേരെ താഴോട്ടേക്ക് വന്നതാണ്. ഓക്കെ. ഈ റിലേഷൻ ബിറ്റ്വീൻ യു ആൻഡ് വി നോക്കാം. യുവും വിയും തമ്മിലുള്ള റിലേഷൻ. പാർട്ടികൾ എവിടെ നിന്ന് പറഞ്ഞത്? ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞത്. പാർട്ടികൾ എവിടെ വന്ന് വീണത്? ഗ്രൗണ്ടിൽ തന്നെ വീണത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. മനസ്സിലായില്ല. എടാ നമ്മളിവിടെ ഒരു ഒറിജിൻ ആക്കിയിട്ട് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 അങ്ങനെ പോയി. ഇപ്പോൾ പൊസിഷൻ മാക്സിമം ഹൈറ്റ് വരുന്നത് 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം പാർട്ടികൾ ഇങ്ങനെ പോയി ഹൈറ്റ് കൂടി 1, 2 ആയി, പിന്നെ മാക്സിമം ഹൈറ്റ് 3 ആയി, പിന്നെ എന്തായി 2, 1, അവസാനം എന്തായി തിരിച്ച് 0ലേക്ക് നിന്ന്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്? 0 മീറ്റർ. ഫൈനൽ പൊസിഷൻ എന്താണ്? 0 മീറ്റർ. അപ്പം ചേഞ്ച് ഡിസ്പ്ലേസ്മെന്റ് എന്താ വരാം? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. 0 - 0 എത്രയായി? 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇതൊരു ഐഡിയ ആണ്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് ഡെൽറ്റ എക്സ് എന്താണ്? 0 ആണ്. ഡെൽറ്റ എക്സ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? v² - u² ഈക്വൽ എന്താണ്? 2a ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ v² - u² എന്താവും? 2 ഇൻറ്റു ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ താഴോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാണ് ഇവിടെ 2g ഇൻറ്റു 0 വരും. അതായത് v² - u² എന്താവും? 2g ഇൻറ്റു 0 എന്താവും? 0 ആവും. അതായത് v² എന്താവും? u² ഈക്വലും. അതായത് v എന്താണ്? യുവിന് ഈക്വൽ ആണ്. v യുവിന് ഈക്വൽ ആണോ? അല്ല. v എന്താണ്? മൈനസ് യു എന്ന് പറയാം. v മൈനസ് യു എന്ന് പറയും. കാരണം v² u² എന്ന് പറയുമ്പോൾ v √u² അല്ലേ? അപ്പോൾ ഈ √u² എന്ന് പറയുമ്പോൾ നമുക്ക് 2 വാല്യൂ വരുന്നില്ലേ? v പ്ലസ് ഓർ മൈനസ് യു എന്ന് വരും അല്ലേ? v പ്ലസ് ഓർ മൈനസ് യു എന്ന് വരും. പ്ലസ് ഓർ മൈനസ് യു എന്ന് വരും. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഏത് വാല്യൂ ചൂസ് ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുന്നത് v = -u എന്നായിരിക്കും. കാരണം എന്താ, ഇവിടെ വെലോസിറ്റിനെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോൾ വെലോസിറ്റി ഈ v എന്നാണ് ഇങ്ങോട്ടാണ് വരുന്നത് താഴോട്ട്, ഈ u എന്നാണ് ഇങ്ങോട്ടാണ് പോണത് മേലോട്ട്. അപ്പോൾ യുവിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് v വരുന്നതുകൊണ്ട് v എന്താവും -u എന്നുള്ള കാര്യം നമ്മൾക്ക് പറയാൻ പറ്റും. അതായത് ഡയറക്ഷൻ വെലോസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്, സ്പീഡ് വെച്ച് പറയുകയാണെങ്കിൽ v = u എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ടൈം ഓഫ് അസെന്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈം ഓഫ് അസെന്റ്. അതിന് മേലോട്ടൊക്കെ എത്ര സമയം എടുത്തു. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ u m/s പറഞ്ഞ് അത് മേലോട്ടൊക്കെ എത്തി. അപ്പോൾ മേലോട്ടൊക്കെ എത്തുന്ന സമയം നമ്മൾ എന്താ പറയുന്നത്, ΔT = u/g. അപ്പോൾ ടൈം ഓഫ് അസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി പറയാം, ടൈം ഓഫ് അസെന്റ് അത് മേലോട്ടൊക്കെ എത്തുന്ന സമയം u/g എന്ന് പറയും. ഞാൻ ഒന്നുകൂടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ മാക്സിമം ആയിട്ട് 0 ആണ്, v = u + ΔT അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത ടൈം ഓഫ് അസെന്റ് എന്താ കിട്ടും, u/g എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇത് u/g എന്ന് പറയാം, എന്തെന്ന് നമുക്ക് പറയാം, എന്തെങ്കിൽ u/g എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം v/g എന്ന് പറയാം. അതെന്താ സാറ് പറയാം, കാരണം u ഉം v ഈക്വൽ അല്ലേ. സ്പീഡിന്റെ വാല്യൂസ് നോക്കാൻ, സ്പീഡിന്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ u ഉം v ഈക്വൽ ആണ് അല്ലെ. നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കിയിട്ട് പറയുകയാണെങ്കിൽ സ്പീഡ് വെച്ച് പറയുകയാണെങ്കിൽ v = u ആണ്. അപ്പോൾ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് അസെന്റ് u/g എന്ന് പറയാം, ടൈം ഓഫ് അസെന്റ് എന്തെന്ന് പറയാം, v/g എന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ടൈം ഓഫ് ഡിസെന്റ് ആണ്. അപ്പോൾ ടൈം ഓഫ് ഡിസെന്റ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, v/g എന്ന് കിട്ടി. v എന്ന ഈക്വൽ ആണ്, u ഈക്വൽ ആണ്. അത് നമുക്ക് എന്ത് പറയാം, ഇവിടെ v/g എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, u/g എന്ന് പറയാം. അവിടെ ഇവിടെ 0 m/s താഴോട്ട് വരല്ലേ, അതിന്റെ ടൈമല്ല ചോദിച്ചിട്ട് ടൈം ഓഫ് ഡിസെന്റ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ v = u + ΔT അപ്ലൈ ചെയ്തില്ലേ, അത് ചെയ്ത ടൈം ഓഫ് ഡിസെന്റ് എന്താണെന്ന് കിട്ടും, v/g എന്ന് കിട്ടും. ഇവിടെ v u ക്ക് ഈക്വൽ ആണ്, നമുക്ക് എന്താ പറയാം, u/g എന്നും പറയാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നാലാമത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എന്ത് പറയാം, ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ്, അതായത് ടോട്ടൽ സമയത്തിനാണ്. ഇവിടെ തിരിച്ച് ഇവിടത്തിന് എത്താൻ എത്ര സമയത്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എയറിൽ എത്ര സമയമുണ്ട് എന്നുള്ളതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ്, ടൈം ഓഫ് അസെന്റ് എത്രയാണ് u/g, ടൈം ഓഫ് ഡിസെന്റ് എത്രയാണ് u/g. അപ്പോൾ എന്താവും 2u/g എന്നാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം, ടൈം ഓഫ് അസെന്റ് എന്താണ് v/g, ടൈം ഓഫ് ഡിസെന്റ് എന്താണ് v/g. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താവും 2v/g, ഇങ്ങനെയും പറയാം. ഓക്കെ, ഇനി വേറെ ആൾക്കാർ ഇങ്ങനെയും പറയാം, ഈ രണ്ടും കൂടി മിക്സ് ചെയ്യാം. ടൈം ഓഫ് അസെന്റ് u/g എന്ന് ഉപയോഗിക്കാം, ടൈം ഓഫ് ഡിസെന്റ് v/g എന്ന് ഉപയോഗിക്കാം. അപ്പോൾ എന്താവും u + v/g എന്നാവും. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ ടൈം ഓഫ് അസെന്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഈ പറയാം. നിങ്ങളിതെല്ലാം കണ്ടിട്ട് ബേജാറാവരുത്, നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ u സ്പീഡ് m/s എറിഞ്ഞ് അതിങ്ങനെ v m/s വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റ് h ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ v = u ആണ്, ഇവിടെയുള്ള v യും ഇവിടെയുള്ള u സെയിം ആണ്. നമ്മൾ സ്പീഡിന്റെ കാര്യമാണ്, v എന്താണ് u ഈക്വൽ ആണ്. ഇനി വെലോസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ v = -u എന്ന് പറയും, v = -u എന്ന് പറയും വെലോസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ. ഇനി ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും, മേലോട്ട് പോകാനുള്ള സമയം താഴത്തേക്ക് പോകാനുള്ള സമയം രണ്ടും ഈക്വൽ ആണ്. രണ്ടെത്രയാണ്, u/g ആണ്. ഇവിടെ നിന്ന് u/g പകരം എന്തും പറയാം, v/g എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. ഇനി അതിനുശേഷം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് മേലോട്ടേക്ക് പോകുന്ന സമയം താഴത്തേക്ക് പോകുന്ന സമയം ആഡ് ചെയ്ത് അത്ര കിട്ടാൻ 2u/g കിട്ടും. ഇവിടെ നിന്ന് 2u/g പകരം എന്ത് പറയാം, u v ക്ക് ഈക്വൽ അല്ലേ, അപ്പം നമുക്ക് എന്ത് പറയാം, 2v/g എന്നും പറയാം. ഓക്കെ, ഇനി മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, u²/2g. മാക്സിമം ഹൈറ്റ് ഇങ്ങോട്ട് പോകാനുള്ള സമയം u²/2g, അവിടെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് u²/2g, മേലെ നിന്ന് താഴോട്ടേക്കുള്ള ഹൈറ്റും u²/2g. ഇവിടെ u²/2g വരുന്നത് എന്താ പറയാം, v²/2g എന്നും പറയും, ഒരു കുഴപ്പമില്ല. കാരണം എന്താ, u എന്തിന് ഈക്വൽ ആണ്, v ക്ക് ഈക്വൽ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെയിം സ്പീഡ് അറ്റ് സെയിം ഹൈറ്റ്, സെയിം ഹൈറ്റ് ആവുന്ന സമയത്ത് സെയിം സ്പീഡ് ആകും. അതിന്റെ കാരണം എന്താ നോക്കി, ഇവിടെ പാർട്ടിക്കിൾ വരാണ്, ഇവിടെയുള്ള ഹൈറ്റും ഇവിടെ ഒരു ഹൈറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് x എന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റും x എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യം നോക്കാം. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യം നോക്കുമ്പോൾ എന്താ ഉപയോഗിക്കാം, രണ്ടിനും ഒരേ പൊസിഷനാണല്ലോ. നോക്കിയേ, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇങ്ങനെ തന്നെ പോകണം. രണ്ടിൻ്റെ പൊസിഷൻ എന്താണ്, 2 സെയിം ഹൈറ്റ് ആവുന്ന സമയത്ത് രണ്ടിൻ്റെ പൊസിഷൻ 2 ആയിരുന്നത്. അതുകൊണ്ട് നമുക്ക് ΔX എന്ന് പറയാം. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യം നോക്കുന്നത്, ഇങ്ങനെ മുതൽ ഇങ്ങനെ വരെയുള്ള കാര്യം, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യം നോക്കുന്നത്. അപ്പോൾ ΔX എന്താണ്, x ഫൈനൽ - x ഇനിഷ്യൽ, 2 - 2 എത്രയാവും, 0. അപ്പോൾ ΔX 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും v² - u² = 2a × ΔX 0 ആണ്. അതുകൊണ്ട് v² എന്താണ്, u² ഈക്വൽ, അതായത് v എന്തിന് ഈക്വൽ ആണ്, -u ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചത് ഗ്രൗണ്ടിൽ നിന്ന് ആകുമ്പോൾ ഇവിടെ u ആകുമ്പോൾ ഇവിടെ v എന്നാണ് പഠിച്ചത് അല്ലേ, അങ്ങനെയല്ലേ പഠിച്ചത്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റും, അതായത് ഇവിടെ മുതൽ ഇവിടെ നോക്കുമ്പോൾ ΔX സെയിം അല്ലേ,
അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും, ഇവിടെ നമ്മളൊരു 10 മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡിൽ താഴോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ പറയാം, ഇവിടെ നമ്മൾ മേലോട്ടേക്ക് 2 മീറ്റർ പെർ സെക്കൻഡിൽ പോവാണ്, അതിനകത്ത് നമ്മൾ ഈ സെയിം ഹൈറ്റിൽ വേറൊരു പാർട്ടികൾ 2 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ട് പോവാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ പറയും ഇവിടുത്തെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇവിടുത്തെ വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ് ആണ് പറയും. താഴോട്ടേക്ക് നെഗറ്റീവ് നിർത്തിട്ട് നമ്മൾ പറയും ഇവിടെ -2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ പറയാണ്, ഇവിടെ ഞാൻ പറയണേ ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞേ ഈ സെയിം ഹൈറ്റിൽ ഇവിടെ എത്ര ഉണ്ടാവാം, 3 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ട്. ക്ലിയർ? അപ്പോൾ സെയിം ഹൈറ്റ് ആകുന്ന സമയത്ത് സ്പീഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ? സെയിം ഹൈറ്റ് ആകുമ്പോൾ സെയിം സ്പീഡ് ആകും. ഇനി അടുത്ത കാര്യം എന്തായിരുന്നു, വെലോസിറ്റി അറ്റ് മിഡ് പോയിന്റ്. എടാ ഈ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലേ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത്? മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ എക്സാമ്പിൾ ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷന്റെ എക്സാമ്പിൾ ആണ് ആര്, മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പം നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി അറ്റ് മിഡ് പോയിന്റ് വെലോസിറ്റി √u²+v²/2 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സംഭവം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ പാർട്ടികൾ ഇങ്ങനെ യൂവിൽ പോകുന്നു, ഇവിടെ എത്തുമ്പോൾ എന്തായി 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഹൈറ്റ് എത്രയാണ്, h. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഹൈറ്റ് എത്രയായിരിക്കും, മിഡ് പോയിന്റ് നോക്കുന്നത്. അപ്പോൾ h/2, ഹാഫ് ദ ഹൈറ്റ് h/2. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി കാണാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, √u²+0². ഇവിടെ v0 ആയില്ലേ, √u²+0²/2. അപ്പോൾ എന്താ കിട്ടാം, ±u/√2. അതായത് ഈ ഹൈറ്റിലാവുന്ന സമയത്ത് ഇങ്ങോട്ടേക്കാണ് നോക്കണമെങ്കിൽ +u/√2 ഉണ്ടാവും. ഇനി അതേ ഹൈറ്റിൽ താഴോട്ട് നോക്കുമ്പോൾ എന്താ വരാം, u/√2 താഴോട്ട്. u/√2 താഴോട്ടാണ് നമ്മൾ എന്താ പറയാം, -u/√2 എന്ന് പറയാം. ക്ലിയർ അല്ലേ? +u/√2 താഴോട്ടായതുകൊണ്ട് -u/√2. u/√2 താഴോട്ട് നേരിയ എന്താ അർത്ഥം, -u/√2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ ഫോർമുല എങ്ങനെയെങ്കിലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഓഫ് മോഷനിലെ സംഭവം അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത്. നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കുന്നതിന് മറന്നു പോയി കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യാം, എപ്പോൾ അത് യൂസ്ഫുൾ ആവും. ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് u മീറ്റർ പെർ സെക്കൻഡ് ഒരു ബോഡി പ്രൊജക്ട് ചെയ്തു, അത് റീച്ചസ് ഗ്രൗണ്ട് ആഫ്റ്റർ 4 സെക്കൻഡ്. 4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ടികൾ തിരിച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരാത്ത സമയത്താണ് 4 സെക്കൻഡ്. അങ്ങനെ ഫസ്റ്റ് ചോദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്, എത്രയാ പറഞ്ഞത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയായിരിക്കും, 4 ആയിരിക്കും. അല്ലാ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയറിലുള്ള സമയം 4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത് പറഞ്ഞു. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്, 4 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടൈം ഓഫ് അസെന്റ് എത്രയാണ്. ടൈം ഓഫ് അസെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതിയായിരിക്കും. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്, 2u/g. ടൈം ഓഫ് അസെന്റ് എത്രയാണ്, u/g. ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും u/g ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2u/g ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടോട്ടൽ 4 സെക്കൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് മേലോട്ട് പോകാനുള്ള സമയം. അപ്പോൾ ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത് 2 ആണ്. ടൈം ഓഫ് ഡിസെന്റ് പറഞ്ഞേ, ടൈം ഓഫ് ഡിസെന്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. മേലോട്ട് പോകാൻ 2 സെക്കൻഡ്, താഴോട്ട് പോകാൻ 2 സെക്കൻഡ്. അങ്ങനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് 4 സെക്കൻഡ് ആയിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, u എത്രയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ എന്താണ്, 2u/g ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ 4 എന്താ പറയുക, 2u/g എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇവിടെ u എന്ന് പറയുന്നത് എന്താണ്, 2g ആണ്. u എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് സ്ട്രൈക്ക്. ഇവിടെ എത്ര വെലോസിറ്റിയിലാണ് താഴത്തു നിന്ന് ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുന്നത്, അതാണ് വെലോസിറ്റി ഓഫ് സ്ട്രൈക്ക്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ചോദിക്കുമ്പോൾ v = -u. സ്പീഡാണ് ചോദിച്ചെങ്കിൽ v = u എന്ന് പറയാം. അപ്പോൾ v എന്താണ്, -u. അപ്പോൾ v എത്രയാണ്, മേലോട്ടാണ് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തത്, മേലോട്ട് പോസിറ്റീവ് ആക്കി എടുത്തുകൊണ്ടാണ് മേലോട്ട് പോസിറ്റീവ് ആക്കി എടുത്തത്, അതുകൊണ്ടാണ് v നമ്മൾ -u എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ u എത്ര വന്നത്, u വന്നത് 2g ആണ്. അപ്പോൾ ഇവിടെ -2g -20 ആയിരിക്കും ഇവിടെ വരും. ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. 3 സെക്കൻഡ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതായത് 2 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് അല്ലേ, u മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്യുന്നത് 2 സെക്കൻഡിൽ എടുത്ത് ഇത് 0 മീറ്റർ പെർ സെക്കൻഡിൽ എത്താൻ. ഇവിടെ 0 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ്, 0 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താൻ 2 സെക്കൻഡ് എടുത്ത്. കാരണം ടൈം ഓഫ് അസെന്റ് 2 സെക്കൻഡ് ആണ്. അതിനുശേഷം 2 സെക്കൻഡ് പിന്നെ അത് 1 സെക്കൻഡ് ട്രാവൽ ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്, 3 സെക്കൻഡിലാണ് 0 മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഡിസ്റ്റൻസ് എത്രയാണ്, h പ്ലസ് ഈ ഡിസ്റ്റൻസ് എത്ര വരാം, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u∆t പ്ലസ് a∆t²/2 അല്ലേ, u∆t പ്ലസ് a∆t d²/2. h മാക്സിമം ഹൈറ്റ് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും. മാക്സിമം ഹൈറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല അല്ലേ. മാക്സിമം ഹൈറ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ഇത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഇത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ h എന്താണ്, u²/2g ആണ്.
മാക്സിമം ഹൈറ്റ് ഇക്വേഷൻ യു സ്ക്വയർ ബൈ 2g ആണ് അല്ലേ. യു എത്രയാണ്? യു നമ്മൾ എത്രയാണെന്ന് കണ്ടെത്തി? 2g ആണ് കണ്ടെത്തി. അപ്പോൾ നമുക്കിവിടെ എന്താ പറയാം, 2g ഹോൾ സ്ക്വയർ ബൈ 2g, അതായത് 2g കട്ട് ചെയ്ത് പോയാൽ 2g ആവും. അപ്പോൾ 20 മീറ്റർ ആണ് മാക്സിമം ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 20 എഴുതാം, അല്ലെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ 2g എഴുതാം. പ്ലസ് യു ഡെൽറ്റ ടി, ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. സോ യു ഇൻറ്റു ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാര്യം ചോദിക്കണം അല്ലേ. ഇവിടുന്ന് ഓൾറെഡി നമ്മൾ കണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ഓൾറെഡി കണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ട് വെച്ചാൽ അതാണ് 2g. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ യു എത്ര വരുന്നത്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എത്രയാണ്? 0. ഇവിടെ 2 സെക്കൻഡ് ആകുമ്പോഴാണ് ഇവിടെ ഉള്ളത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ 1 സെക്കൻഡ്. 0 ഇൻറ്റു 1 പ്ലസ് ആക്സിലറേഷൻ നമ്മൾ ഏതാ താഴോട്ടേക്കാണ് പോസിറ്റീവ് എടുത്തത്, മേലോട്ടാണ് പോസിറ്റീവ് എടുത്തത്? മേലോട്ടേക്കാണ് പോസിറ്റീവ് എടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ -5 ഡെൽറ്റ ടി സ്ക്വയർ, അതായത് 5 ഇൻറ്റു -g/2 ഇൻറ്റു ടൈം എത്ര എടുത്തത്? 1 സ്ക്വയർ. സോ ഇവിടെ 1 സ്ക്വയർ വരും. സോ ഇവിടെ എത്ര വരാൻ? 2g പ്ലസ് 2g മൈനസ് g/2 വരും. അതായത് എത്ര വരുന്നത്? 4g മൈനസ് g, 3g. അപ്പോൾ 3g/2 ആണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം ഈ ഹൈറ്റ് കണ്ട് അതിനുശേഷം ഇതെത്ര നോക്കി. ഇതെത്ര വരുന്നത്? യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. യു 0 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ താഴോട്ട് നെഗറ്റീവ് ആക്കി എടുത്ത്, അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3g/2 കിട്ടി. അപ്പോൾ 2g മേലോട്ട്, അതിനുശേഷം 3g/2 താഴോട്ട്. അപ്പോൾ 2g മേലോട്ട്, 3g/2 താഴോട്ട്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്, പക്ഷേ ഡിസ്റ്റൻസ് ചോദിക്കുന്നത് അത് പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ 2g പ്ലസ് g/2 എന്ന് വരും. അപ്പോൾ എത്ര വരാം? 4g പ്ലസ് g 5g/2 എന്ന് വരും. മനസ്സിലായോ? അവിടെ ഇത് ഡെൽറ്റ എക്സ് അല്ലേ. ഈ ഡ്യൂ ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ഡെൽറ്റ എക്സ് അല്ലേ. അത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്, പക്ഷേ ഡിസ്റ്റൻസ് ആകുമ്പോൾ നെഗറ്റീവ് എടുക്കാൻ പകരം എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കണം. അതുകൊണ്ട് ഇവിടെ പ്ലസ് g/2 വരും. അങ്ങനെ എന്താവും? 5g/2 ആണ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് എന്താവാം? 2g മൈനസ് g/2 എന്ന് ചെയ്യാം. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടൈംസ് വിൽ ഇറ്റ് ബി 15 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്? ഏത് സമയത്തൊക്കെയാണ് അതിന്റെ 15 മീറ്റർ, ഗ്രൗണ്ടിൽ നിന്ന് 15 മീറ്റർ ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ പാർട്ടികൾ എറിയുന്ന സമയത്ത് ഈ സമയമാകുമ്പോൾ അത് 15 മീറ്ററിലാണ് ഉള്ളത്. അതിനുശേഷം അത് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോഴും 15 മീറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഒരു ക്ലോക്കിൽ ഇപ്പോൾ 30 സെക്കൻഡ് ആണെങ്കിൽ ഈ സമയമാകുമ്പോൾ ക്ലോക്കിൽ ചിലപ്പോൾ 45 സെക്കൻഡ് ആയിരിക്കും. ആ 2 സമയങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കഷ്ടപ്പെട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അപ്പോൾ നമ്മൾ ഈ പാർട്ടികൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ എന്തെടുക്കുകയാണെന്താ, ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ്. ഈ 2 പോയിന്റിലും ഈ പോയിന്റിലും ഹൈറ്റ് 15 മീറ്റർ ആണ് വരുന്നത്. നമ്മളിത് മേലോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് താഴത്ത് മേലോട്ടേക്കാണ്. ഈ ഫൈനൽ പൊസിഷൻ 2 ഇത് തന്നെയല്ലേ, മേലോട്ടേക്കാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പോസിറ്റീവ് ആയാലും 15 ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി. സോ യു ഇൻറ്റു എത്ര സമയം എടുത്തതാണ് പറഞ്ഞത്? സമയമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ യു ഇൻറ്റു ഡെൽറ്റ ടി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടൊക്കെ ആയിട്ട് മൈനസ് ജി ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 കിട്ടി. യു ഡെൽറ്റ ടി മൈനസ് ജി ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 കിട്ടി. ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ജി ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 g/2 ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 മൈനസ് യു ഡെൽറ്റ ടി പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 അല്ലേ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ g/gക്ക് 10 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ടും 5 ഡെൽറ്റ ടി സ്ക്വയർ മൈനസ് യുവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയല്ലോ. യുവിൻ്റെ വാല്യൂ നമ്മൾ എത്ര കിട്ടിയത്? യു എന്ന് പറഞ്ഞത് 2g, അതായത് യു എന്ന് പറഞ്ഞത് 20 ആണ്. അപ്പോൾ ഇവിടെ 20 ഡെൽറ്റ ടി പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് എക്സ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി, അതായത് മൈനസ് ഓഫ് -20 എന്ന് പറയുമ്പോൾ 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -20 സ്ക്വയർ. അപ്പോൾ -20 സ്ക്വയർ എന്നാണ് ഇതാണ്. -20 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു ബി, -4 ഇൻറ്റു 5 ഇൻറ്റു ബി എത്രയാണ്? -20 ഡിവൈഡ് ബൈ 2a, 2 ഇൻറ്റു 5. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിന് പകരം ഇവിടെ ആരാളുള്ളത്? ടൈം അല്ലത്. എക്സിന് പകരം ഇവിടെ ടൈം അല്ലുള്ളത്. അതുകൊണ്ട് ഇവിടെ ഡെൽറ്റ ടി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ ടി വാല്യൂ ഞാൻ ഇവിടെ എഴുതാണ്. സ്പേസ് ഇല്ല, അതുകൊണ്ട് ഡെൽറ്റ ടി വാല്യൂ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. നമുക്ക് കിട്ടുന്ന ഡെൽറ്റ ടിൻ്റെ വാല്യൂ 1 സെക്കൻഡ് ആൻഡ് 3 സെക്കൻഡ് ആയിരിക്കും. 1 സെക്കൻഡിലും 3 സെക്കൻഡിലും അത് 15 മീറ്ററിലായിട്ട് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് 1 സെക്കൻഡ്,
ഇവിടെ 2 സെക്കൻഡ്, അതിനും ഇങ്ങോട്ടേക്ക് 1 സെക്കൻഡ് കൊടുത്തിട്ടാണ് 15 മീറ്ററിലേക്ക് തിരിച്ചു വരുന്നത്. 15 മീറ്ററിലേക്ക് എത്താൻ 1 സെക്കൻഡ് ആൻഡ് 3 സെക്കൻഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് വെലോസിറ്റി എത്രയാണ്, ഓരോന്നിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടാൽ മതി, ഈ പോയിന്റിലെ വെലോസിറ്റി കാണാം, അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് എടുക്കാം, അതായിരിക്കും ഈ പോയിന്റിലെ വെലോസിറ്റി. അതായത് നമുക്ക് എന്തൊക്കെ v = u + a ∆t അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം v = u എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 അല്ലേ, u എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 പ്ലസ് താഴോട്ട് നെഗറ്റീവ് എടുക്കുമ്പോൾ 20 മൈനസ് 10 × ∆t, 10 × 1, 20 - 10 എത്രയായി, 10. അപ്പോൾ 10 m/s ആണ് ഇവിടെയുള്ള വെലോസിറ്റി. ഇവിടെ 10 m/s ആണ്, ഇവിടെ എത്രയായിരിക്കും, -10 m/s ആയിരിക്കും, താഴോട്ടായാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി കഴിഞ്ഞിട്ടില്ല, ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മൾ റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യും, അതേപോലെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.